മാധു യഥാർത്ഥ പോലീസ് തുടക്കം മുതൽ ഇത് അട്ടിമറിക്കുന്നതിന് ശ്രമം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ അന്ന് ദിവ്യക്കെതിരായി എന്നോടാണ് ചോദ്യം, ദിവ്യക്കെതിരായി ആത്മഹത്യാ പ്രകടന കുറ്റം ചുമത്തിയതിനു ശേഷവും ദിവ്യ ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെയും ACPയുടെയും ടൗൺ പോലീസ് സ്റ്റേഷനും മുന്നിലാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസ്. അവരെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, അവരെ വിളിച്ചില്ലല്ലോ. പിന്നെ അവർക്ക് കോടതിയിലേക്ക് പോകാൻ, ജാമ്യത്തിന് പോകാൻ അവസരം ഒരുക്കി അവസാനം കോടതിയിൽ നിന്ന് ജാമ്യഹർജി തള്ളിയപ്പോഴാണ് അറസ്റ്റ് നാടകം നടത്തിയത്. അവരെ കൊണ്ടുവന്ന രംഗമൊക്കെ നമുക്കറിയാം. കണ്ണൂരിലെ ACP എങ്ങനെയാണ് അവരെ കൊണ്ടുവന്നത് എന്നെല്ലാം അറിയാം. അപ്പോൾ പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു മാത്രമല്ല, മാധ്യമങ്ങളിൽ നിന്ന് കാണിക്കാതെ സിറ്റി പോലീസ് കമ്മീഷണർ, ഇപ്പോൾ കലക്ടർ ഒരു ഭാഗത്ത് കൂട്ടു നിൽക്കുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ പത്രക്കാരെ വിളിച്ച് നിങ്ങളെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ മുമ്പിലൂടെ ഹാജരാക്കും, എല്ലാം അറിയിക്കും. എന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുപോയത്? അപ്പോൾ പോലീസിന് അതിനകത്ത് കൃത്യമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും AKG സെന്ററിൽ നിന്നുമാണ് ഈ വ്യാജ കത്തും അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ആ വ്യാജ കത്തുണ്ടാക്കിയതും വ്യാജ ഒപ്പുണ്ടാക്കിയ പ്രശാന്തനെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടില്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇത് വാദം കേൾക്കുമ്പോൾ അവിടെ പിന്നെ ഈ പറയുന്ന നവീൻ ബാബുവിന് വേണ്ടി അഭിഭാഷകൻ പറഞ്ഞു, കലക്ടറുടെയും പ്രശാന്തിൻ്റെയും ഫോൺ രേഖകൾ പരിശോധിക്കണം. എന്താ പ്രോസിക്യൂഷൻ പറഞ്ഞതെന്നറിയോ? അവർ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കലക്ടർക്ക് ഇതിനകത്തുള്ള പങ്ക്, കലക്ടർ ആ സമയത്ത് ദിവ്യയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഈ യോഗത്തിലേക്ക്? ഇപ്പോൾ പറഞ്ഞ ശ്രീ ജോസഫ് മാത്യു പറഞ്ഞതുപോലെ ഈ ദിവ്യയെ ആ യോഗത്തിലേക്ക് വിളിച്ച് ആ സമയത്ത് കലക്ടറുടെ ഫോണ് ദിവ്യയുടെ ഫോണിലേക്ക് പോയിട്ടുണ്ടോ? പരിശോധിക്കണ്ടേ? കലക്ടർ അറിഞ്ഞുകൊണ്ടാണോ ദിവ്യ വന്നത്? ഈ പ്രശാന്തൻ്റെ ഫോണ്, ഈ പ്രശാന്തൻ ഇത്തരത്തിൽ ആരോപണം പണം കൊടുത്തു, കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു. ആ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ് പ്രശാന്തിനെതിരായി ഏത് കേസാണ് ചുമത്തിയത്? പണം കൊടുക്കുന്നതും വാങ്ങുന്നതും കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്ന തെറ്റല്ലേ? കേസെടുത്തോ? പ്രശാന്തനെ ചോദ്യം ചെയ്ത് വിട്ടുകളഞ്ഞില്ലേ? ആദ്യം ഒപ്പ് എൻ്റെതാ, മാധ്യമങ്ങൾക്ക് മുഖം തരാതെ പ്രശാന്തൻ പിന്നെ എൻ്റെ ഒപ്പാന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്തില്ലേ? ആ കരുത്ത് എവിടുന്ന് കിട്ടിയതാ? പാർട്ടിയുടെ പിന്തുണയുള്ളതുകൊണ്ടാണ്. രണ്ടൊപ്പുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പല ഒപ്പുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? പറഞ്ഞില്ലേ? മാത്രമല്ല, ഇവിടെ ഗോവിന്ദൻ മാഷ് അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു, പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളോടൊപ്പം ഉണ്ട് പാർട്ടി. അപ്പൊ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയും പോലെ ഗോവിന്ദന്റെ ഭാര്യ പോയത് എവിടെയാ? ദിവ്യയെ ജയിലിൽ കാണാനാണ്. ദിവ്യയായാലും ശ്യാമളിയാലൊക്കെ ആളെ കൊല്ലാൻ ഇതുപോലെയുള്ള പല ഏർപ്പാടുകൾ ഏതാണ്? അല്ല, അത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തരുത്, എനിക്ക് ഉത്തരവാദിത്വമില്ല. എന്തുകൊണ്ടാ പറയുന്നത് അറിയോ? വ്യക്തിപരമല്ല, സാജൻ ബാറയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആത്മഹത്യ, അതിന്റെ പിറകിൽ നിന്നവരാരാ? ശ്യാമളയല്ലേ? അത് വ്യക്തിപരാണോ? അതെവിടെ എത്തി? അപ്പൊ അതേപോലെ ഒരാൾ കൊലക്ക് കൊടുക്കാൻ തന്റെ അധികാര ദുർവിനിയോഗം നടത്തി ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ശ്യാമള ടീച്ചർ, ആ ടീച്ചർ ദിവ്യയെ കാണാൻ പോയിട്ടുണ്ട് ജയിലിൽ അല്ലേ? പോയിട്ടില്ലേ? പാർട്ടിയുടെ സംവിധാനമില്ലാണ്ടോ? കേവലം ഗോവിന്ദൻ മാഷ ഭാര്യ മാത്രമല്ലല്ലോ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ? മുനിസിപ്പാലിറ്റിയുടെ മുൻ ചെയർപേഴ്സൺ അല്ലേ? CPM-ന്റെ ഉന്നത നേതാവല്ലേ? പോയില്ലേ? അപ്പൊ ഇവർ ആരോടൊപ്പം? ഇരയോടൊപ്പം ഓടുകയും നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും നിൽക്കുന്ന സമീപനം അത് തന്നെയാണ് ആ കുടുംബം പറയുന്നു. ഈ അന്വേഷണത്തിനകത്ത് പല ഘട്ടത്തിൽ പോലും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ ഇനി സാധ്യതയുണ്ട്. കണ്ണൂർ കലക്ടറേറ്റ്, ഞങ്ങളെല്ലാ ചർച്ചയിലും പറയുകയാണ്, കണ്ണൂർ കലക്ടറേറ്റിൽ ഇദ്ദേഹം അഴിമതിക്കാരനാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരി, ഓക്കെ, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തേ സംശയമുണ്ടോ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ? അപ്പൊ കലക്ടർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ അധികാര കേന്ദ്രം ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിനെ പ്രതിയാക്കുന്നതിന് വേണ്ടി, അഴിമതിക്കാരനാക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ കേന്ദ്രീകരിച്ച് പ്രത്യേക രൂപത്തിൽ സംവിധാനം നടത്തുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ACP ആയാലും ഇവിടെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായാലും ഒക്കെ തന്നെ ഇവർ പറയുന്നതിനപ്പുറം നീങ്ങാൻ കൽപ്പുള്ളവരല്ല. അവർക്കൊക്കെ പാർട്ടിയുടെ തിട്ടൂരനുസരിച്ചല്ലാതെ ഒരു ഇന്ത്യ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ദിവ്യയെ സംരക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ദിവ്യ ഉണ്ടല്ലോ. ദിവ്യയില്ലേ? എങ്ങനെയാണ് വെച്ചത്? ദിവ്യയെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ടോ? MV ജയരാജന്റെ പ്രസംഗത്തിലെ ധ്വനി എന്താ ധ്വനി? ദിവ്യയെ സംരക്ഷിക്കുന്ന രൂപത്തിലല്ലേ ദിവ്യ പറഞ്ഞത്? കാര്യമുണ്ട് എന്നുള്ള രൂപത്തിലല്ലേ പറഞ്ഞത്? എന്നിട്ട് അവിടെ പറയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ഒരു കുടുംബം, ഈ പാർട്ടി അറിയുന്നവർ, ഈ പാർട്ടിയെ കുറിച്ച് ധാരണയുള്ളവർ, അവർ വളരെ കൃത്യമായി ഞങ്ങളെക്കാളും മാധുവിനേക്കാളും ധാരണയുള്ളവരാ. നവീൻ ബാബുവിന്റെ കുടുംബം, അവർ ചെങ്കൊടി പിടിച്ചവരാ, ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാ. അവർക്കറിയാം ഈ പാർട്ടി ചതിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നുള്ളത് അവരുടെ കുടുംബത്തിന്, അവർക്കിപ്പോഴും അവർ അത് സംശയിക്കപ്പെടുന്നു. പലതരത്തിലും ഇത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണത്തിലേക്ക് അവർ പോകണമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. ഇപ്പൊ